പ്രിയദാസൻ്റെ കൈത്താങ്ങലുകൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല. ഈ എളിയ ഭവനത്തിൻ്റെ പടി ചവിട്ടിയിട്ടുള്ള എല്ലാവർക്കും അത് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഭൗതികത്തെക്കാളും ഉപരിയായി ആത്മീക പ്രത്യാശയിൽ നടത്തുവാൻ പ്രിയ അമ്മച്ചിയും മക്കളും കൊച്ചുമക്കളും അവരുടെ മരുമക്കളെയും ദൈവമേൽ ഉപയോഗിക്കുന്നുവെന്ന് കേൾപ്പാൻ അറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. തുടർന്ന് ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും കർത്തദാസന്മാരുടെ ഓരോ വാക്കുകളും കർത്താവിനെ കൂടുതൽ രുചിച്ചറിയുവാനും സാക്ഷ്യമുള്ളതായി തീരുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടും ദൈവസന്നിധിയിൽ പ്രിയ പാസ്റ്ററോടും എളിയ കുടുംബത്തോടും എൻ്റെ എളിയ ആശ്വാസ വാക്കുകൾ നന്മയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ല വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി അറിയിക്കുന്നു. തുടർന്ന് അഞ്ചാനി സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബി ബാബു. എഴുതുക: ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ട മലിയ മാമ, കർത്താവ് തനിക്ക് നൽകിയ 79 വർഷം ഈ ആയുസ്സിൽ ഇവിടെ ജീവിച്ച് നിത്യതയിൽ ദൈവിക അനുഭവം പ്രാപിപ്പാൻ കടന്നുപോയിരിക്കുകയാണല്ലോ. തൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ ചുറ്റാകെ ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ചായിരിക്കുന്നു. ഓർമ്മകൾ അനവധി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും ഇന്ന് പകൽക്കാലമുണ്ട്. കർത്തൃ ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന ഏവർക്കും ഈ ഭവനത്തോട് ബന്ധപ്പെട്ട ഏവർക്കും ഓർക്കുവാൻ പറ്റുന്ന നല്ല ഓർമ്മകൾ അനവധി പ്രിയമ്മച്ചി ശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരു വർഷത്തിനു മുമ്പുള്ള 3 വർഷക്കാലം ഇവിടെയുള്ള ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന സാഹചര്യം ഓർമ്മയിലുണ്ട്. നീണ്ട 10-25 വർഷമായുള്ള ആത്മീയ ബന്ധം ഈ ഭവനമായി ശുശ്രൂഷകൻ എന്ന നിലയിലും പ്രിയ പാസ്റ്റർ ശൈലസിൻ്റെ സ്നേഹിതൻ എന്ന നിലയിലും എനിക്ക് ഈ കുടുംബത്തോട് പുലർത്തുവാനിടയായിട്ടുണ്ട്. ഒരു സുവിശേഷ കുടുംബത്തെയാണ് നമുക്ക് ഈ ഭവനത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നത്. കർത്താവ് തനിക്ക് ദാനമായി കൊടുത്ത മക്കളിൽ 6 സുവിശേഷകരല്ല, കൊച്ചുമക്കളിൽ 6 സുവിശേഷകരല്ല എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. എല്ലാവർക്കും ആ സുവിശേഷ ആത്മാവ് നൽകിക്കൊടുക്കുവാൻ ഇവിടെയുള്ള പ്രിയ പിതാവിനും ഉണ്ടായിരുന്ന പ്രിയ പിതാവിനും അവരുടെ പ്രിയപ്പെട്ട മാതാവിനും കഴിഞ്ഞു എന്നത് ധന്യതയോടെയുള്ള ഓർമ്മയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആധുനിക സമൂഹം കണ്ടുപിടിച്ച അനവധി കാര്യങ്ങൾ ജീവിതതലത്തിൽ പ്രായോഗികമായി നമ്മുടെ മാതാക്കളും പിതാക്കളും അവലംബിച്ചിട്ടുണ്ട്. അവരിൽ ദൈവം നിക്ഷിപ്തമാക്കിയിരുന്നുണ്ട്. അത് ഈ പ്രിയ അമ്മച്ചിയിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മാനേജ്മെൻ്റ് എന്ന കോഴ്സ് ഇന്ന് വിദ്യാർത്ഥികൾ വിവിധ തലങ്ങളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ മാനേജ്മെൻ്റ് ഏതൊക്കെ തലങ്ങളിലുണ്ടോ ആ തലങ്ങളിലെല്ലാം പ്രിയ മാതാവിൻ്റെ ചിന്തകൾ കടന്നുപോയിട്ടുണ്ട്, പ്രവൃത്തി പ്രാവണ്യം കടന്നുപോയിട്ടുണ്ട് എന്ന് പറയണം. എന്ന് പകല് ഈവൻറ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ ഞാനതിനെ എസ് ചേർക്കുക. ഈവൻറ്റ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ തലങ്ങളിൽ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ചിന്തകളും പ്രവൃത്തികളും പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഓരോ തലങ്ങളിൽ തൻ്റെ പ്രാവണ്യം പ്രാപ്തി ക്രിസ്തുയേശുവിൽ വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞതുകൊണ്ട് സന്തോഷത്തോടെ സ്മരിക്കുവാൻ കഴിയും. അത് ഈ തലമുറകളിലെല്ലാം പങ്കുവെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. MBA എടുത്തിരുന്നില്ല, ബേസിക്കൽ എഡ്യൂക്കേഷൻ കാണുമായിരിക്കും, അവിടേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ജീവിതത്തിൽ അഭിമുഖീകരിച്ച ചെറുതും വലുതുമായ പ്രതിസന്ധികളെ ക്രൈസിസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് തനിക്കറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ മാതാക്കളും പിതാക്കന്മാരും നമുക്ക് വെച്ചിട്ട് പോകുന്ന നല്ല മാതൃകകൾ, നല്ല അനുഭവങ്ങൾ നമുക്ക് പിൻഗമിപ്പാൻ
ഇടയാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അധ്വാനം നിറഞ്ഞ ബാല്യമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. അധ്വാനം കുറയാത്ത യൗവനമായിരുന്നു ഈ പ്രിയ മാതാവിനുണ്ടായിരുന്നത്. അധ്വാനം ഒട്ടും തന്നെ കുറയാത്തതായ വാർദ്ധക്യവുമാണ് ദൈവം തനിക്ക് നൽകിയത്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നീണ്ട മണിക്കൂറുകൾ ഈ ഉമ്മറത്തിരുന്ന് പങ്കുവച്ചിട്ടുണ്ട് പ്രിയ അമ്മച്ചി. പറഞ്ഞു തീരുകയില്ലായിരുന്നു വാക്കുകൾ, അനുഭവങ്ങൾ. പിന്നെ ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നവരൊക്കെ പ്രാർത്ഥിച്ച് വിട പറയുകയാണ് ചെയ്യാറുള്ളത്, പോകുകയാണ് നിർബന്ധപൂർവം. എൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഏറ്റവും ഗൗരവമായ ഒരു സാഹചര്യം തരണം ചെയ്യുമ്പോൾ തിരുവചനത്തിൻ്റെ വേദഭാഗം ചേർത്ത് പറയുകയാണ്. തക്കസ പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നരങ്ങ എന്ന സദൃശവാക്യക്കാരൻ പറയുന്നുണ്ട്. തളർന്നു പോകാവുന്ന, നിരാശപ്പെട്ടു പോകാമെന്ന, ഇനിയും മുന്നോട്ട് ഈ തലത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ തൻ്റെ ഒരു ചെറിയ വാക്ക് ക്രിസ്തീയ ശുശ്രൂഷയിലും ആത്മീയ ജീവിതത്തിലും ഇന്നും ഒരു പിടിവള്ളി വല്ല സൂക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബം ക്രിസ്തീയ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കെല്ലാം ആ നിലയിൽ കൈത്താങ്ങൽ, ഒരു മിഷണറി കുടുംബം തന്നെ. താനൊരു സുവിശേഷകയായിരുന്നു. ദൈവസഭയിൽ അനേകരെ സുവിശേഷത്താൽ കർത്താവിന് വേണ്ടി നേടിയെടുത്തിട്ടുണ്ട്. താനൊരു പ്രവാചകിയായിരുന്നു. ദൈവസഭയോട് ആലോചന പറയാൻ തൻ്റെ ശക്തമായ നാവുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അനേകരെ ഉറപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കർത്താവ് ഈ തലമുറകൾക്ക് അവർ മാതാവിൻ്റെ നല്ല ഓർമ്മകൾ അവർ ചിലകാലമായി സൂക്ഷിക്കപ്പെടുകയും അവരെ ആയുസ്പര്യന്തം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തക്കമുള്ള പ്രചോദനമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവസാന വാക്കും പൗലോസിൻ്റെ ഒരു വേദവാക്യവും ഓർപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. കർത്താവായ യേശു മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മെ ഓർപ്പിച്ച് പറയുന്നത്, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. യേശുവിൻ്റെ വിടവാങ്ങൽ സമയം തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുന്ന ഉറപ്പാണ്, ഞാൻ നിങ്ങളോട് കൂടി ആയിരിക്കും. നമ്മുടെ ഈ ഭൗതിക ജീവിതയാത്രയിലാണ് നമുക്ക് ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ഫിലിപ്പിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ താനിങ്ങനെ പറയാണ്, ബി വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുക. ഇവിടെ നിന്നുള്ള വിടപറച്ചിലിനോട് ബന്ധത്തിൽ പൗലോസ് പിന്നെ പറയാനുള്ളത്, വിട പറഞ്ഞാൽ നാം കർത്താവിനോട് കൂടി ആയിരിക്കും. കർത്താവിന് ഇങ്ങോട്ട് നമ്മോട് ആരംഭത്തിൽ പറയുവാനുണ്ടായിരുന്നത്, ഞാൻ നിങ്ങളോട് കൂടി ആയിരിക്കും. അവസാനമായി ഭക്തനായ മനുഷ്യൻ പറയുന്നു, എന്നോട് കൂടി ആയിരുന്ന എൻ്റെ കർത്താവിനോട് കൂടി ആയിരിക്കേണ്ടതിന് ഞാൻ ഇവിടെ നിന്ന് യാത്ര പോകുകയാണ്. 79 വർഷം ഈ ലോക ജീവിതത്തിൽ കർത്താവ് തന്നോട് കൂടിയായിരുന്നു. കർത്താവ് സാന്നിധ്യം വളരെ വ്യക്തമായി അനുഭവിച്ചറിഞ്ഞു. എന്നാൽ ആ സാന്നിധ്യം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കത്തക്ക നിലയിൽ തന്നോടുകൂടെ പാർക്കേണ്ടതിന് പ്രിയമശിയുടെ ആത്മാവിനെ കർത്താവ് തിരികെ വിളിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പൗലോസ് ദൈവത്തിൻ്റെ ഒരു വേദഭാഗം കൂടെ ഓർപ്പിച്ച് നിർത്തട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച, വാങ്ങിപ്പോയ, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശുദ്ധന്മാർ മുമ്പ് ഉയരത്തെ നിൽക്കുന്ന സമയം ഈ പ്രിയ അമ്മച്ചിയും നമ്മുടെ പ്രിയപ്പെട്ടവർ, മാതാക്കൾ, പിതാക്കന്മാർ, ബാല്യക്കാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, വിട പറഞ്ഞ് ഏവരും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാമും അവരോടൊരുമിച്ച്. ഇന്ന് പകൽക്കാലം ഈ വചനം നമ്മുടെ ഏവരുടെയും ആശ്വാസത്തിന് കാരണമാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കും അവനോടുകൂടി ആയിരിക്കേണ്ടതിന് പോകാം. അതിനായി നമുക്ക് ഒരുങ്ങാം. നിങ്ങളുടെ ഏവരുടെയും ദുഃഖത്തിൽ ഞാനും എൻ്റെ കുടുംബവും പങ്കാളികളായി തീർന്നു. കർത്താവ് സർവ്വവിധമായ ആശ്വാസം കൊണ്ട് നമ്മെ നിറയ്ക്കുമാറാകട്ടെ. പാപ്പാസിനോടുള്ള നന്ദി അറിയിക്കുന്നു. ചെന്നൈയിൽ നിന്നും പ്രിയപ്പെട്ടവർ അവർ മുന്നോട്ട് കടന്നു വന്നു. അപ്പോൾ തന്നെ IPC ശാലാം സഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാംകുട്ടി ഒരു മിനിറ്റ്.
കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 79 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിന് പരമാർത്ഥതയോടെ സ്നേഹിച്ച സേവിച്ച പ്രിയ മാതാവ് കഴിഞ്ഞ ദിവസം തികഞ്ഞ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. വാത്സല്യ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ചേർന്ന് പ്രത്യാശയുടെ 1-2 വാക്കുകൾ ഓർപ്പിച്ച് വാക്കുകൾ നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടും. അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തി കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന വടക്കേ മണ്ണിൽ വാത്സല്യ ഭവനം, ആ വാത്സല്യ മാതാവ്, ആ കുടുംബം റാന്നി അങ്ങാടി ശാലയും സഭയുടെ സജീവ കുടുംബമാണ്. കഴിഞ്ഞ ദിവസം പ്രിയ തോമസൂട്ടിച്ചാന് വാത്സല്യ മാതാവിൻ്റെ ദേഹവിയോഗ വിവരം എന്നോട് അറിയിപ്പാനിടയായി. ഞാനിവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ഇളയ മകൾ വിവാഹം ചെയ്തിരിക്കുന്ന കർത്തൃദാസൻ സണ്ണി കുരുവിള, ഞങ്ങൾ ചിരകാല സ്നേഹിതരാണ്. കർത്തൃവേലിയിൽ അഹോരാത്രം അധ്വാനിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ശൈലേഷ് പാസ്റ്ററെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് കാണുവാൻ കർത്താവ് അവസരം നൽകി. അനുഗ്രഹിക്കപ്പെട്ട തലമുറയ്ക്ക് ജന്മം നൽകിയ ഈ വാത്സല്യ മാതാവ് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. വലിയവനായ കർത്താവിൻ്റെ ആശ്വാസവാക്കുകളാൽ ഹൃദയങ്ങളെ മുറിവുകെട്ടി കർത്താവ് നഷ്ടങ്ങളെ നികത്തി ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും റാന്നി